ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യൻ സമാധാനമില്ലാതെ വളരെ മരണഭീതിയിൽ പലപ്പോഴും ആയിരിക്കുന്ന അനുഭവമാണ് എവിടെ നോക്കിയാലും കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസിനെ റോമൻ ഗവൺമെന്റ് തന്റെ ശിരച്ഛേദനം നടത്തുവാനായിട്ട് തീരുമാനിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പറയുവാനായിട്ടുണ്ടായിരുന്നതാണ് 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ പ്രത്യാശയോടെ തനിക്കത് പറയുവാനായിട്ട് കഴിഞ്ഞത് എന്ത് എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന സമാധാനം കൊണ്ടാണ്. എന്നാൽ ഇന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും വളരെയധികം ഹൃദയത്തിന്റെ ഇടിപ്പുകൾ വർദ്ധിച്ചുകൊണ്ടാണ് മനുഷ്യൻ ജീവിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ തന്നെ ചൂട് അതികഠോരമായി കൂടിയിട്ട് സൂര്യാഘാതമേറ്റ് ചിലരെല്ലാം മരണപ്പെട്ടു വീഴുന്നു. ചിലരുടെ ശരീരത്തിൽ വലിയ പൊള്ളലുണ്ടാകുന്നു. മുമ്പെങ്ങുമില്ലാത്ത നിലയിൽ വലിയ ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ അനുഭവിക്കുകയാണ്. ചൂട് കൂടിയിട്ട് മാളങ്ങളിലിരുന്ന പാമ്പുകളെല്ലാം അത് വെളിയിൽ വരുന്നു, വീടുകൾക്കുള്ളിൽ കയറുന്നു. പല കുഞ്ഞുങ്ങളെ ഇതിനോടകം കടിച്ച് കൊന്നു. വലിയവരെ പലരെയും കടിച്ച് കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു. സ്വസ്ഥമായിട്ട് ഒന്ന് വീട്ടിൽ കിടന്നുറങ്ങുവാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ഒരു ദിവസം ഒരു കുഞ്ഞിനെ പാമ്പ് കടിച്ച് കൊന്നു. ആ പിതാവ് പറയുകയാണ്, ഇളയ കുഞ്ഞിനെയും പാമ്പ് കടിച്ചിരിക്കുകയാണ്, അത് തലനാരഴ രക്ഷപ്പെട്ടു. പക്ഷെ ആ കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് ഞാൻ എങ്ങനെ മടങ്ങിപ്പോകും? ആ വീട് നിറയും പാമ്പിന്റെ കൂടാണ്. അല്ല, പാമ്പിനെ അതിനകത്ത് നിന്ന് കണ്ടെടുക്കുവാൻ പിന്നെയും ഇടയായി. വീട്ടിൽ പോലും പോയി മടങ്ങി താമസിക്കുവാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിൽ എത്രത്തോളം ഭാരപ്പെടുന്നതാകുന്ന അനുഭവങ്ങൾ. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ നേരത്തെ വെക്കേഷൻ കാലയളവില് പുറത്തിറങ്ങി കളിക്കുവാനും ഓടുവാനും ചാടുവാനും ഒക്കെ കഴിയുമായിരുന്നു. വലിയ ഭയമാണ്. എവിടെ നോക്കിയാലും പാമ്പിന്റെ ശല്യം, അല്ലെങ്കിൽ ചൂട് കഠിനമായിരിക്കുന്നു. ഇങ്ങനെയെല്ലാം ഭയപ്പെട്ട് മരണഭീതിയിൽ കഴിയുന്ന ഒരു കൂട്ടം ജനത്തെയാണ് ഇന്ന് നമുക്ക് ഭൂമിയിൽ കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, ആ തൃശൂർ പൂരം നടക്കുന്ന ഇടത്ത് ആ വെടിക്കെട്ടിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന അമിട്ടുകളെല്ലാം പൊട്ടി. അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർ തന്നെ 10-15 പേർ മരണപ്പെട്ടു. മറ്റനേകർ ഗുരുതരമായിട്ട് മുറിവേറ്റ് അവരിപ്പോഴും ആശുപത്രിയിൽ കഴിയുന്നു. വളരെയധികം ഗുരുതരമായ ആ പൊള്ളലുകളാണ് അവർക്ക് ഏറ്റിരിക്കുന്നത്. ഇങ്ങനെ നാം നോക്കുമ്പോൾ വലിയ വലിയ പ്രതികൂലങ്ങളാണ് ഇന്ന് ഭൂമിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആർക്കും സമാധാനമില്ല. ഒരു മകൻ അമ്മയെ കഴിഞ്ഞ ദിവസം കഴുത്തറുത്ത് കൊല്ലുവാനിടയായി. അതേപോലെ പല കൊലപാതകങ്ങൾ നടക്കുന്നു. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കി മനുഷ്യൻ വല്ലാതെ ഭാരപ്പെട്ട് കഴിയുന്ന അനുഭവങ്ങളാണ്. വിശുദ്ധ തിരുവചനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ മഹോപദ്രവ കാലഘട്ടത്തിൽ നടക്കുന്ന പല സംഭവങ്ങളോടുള്ള ബന്ധത്തില് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന്
നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണം എന്നു പേര്. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി ക്ഷാമവും അതേപോലെ മഹാവ്യാധിയും ഈ പറയപ്പെട്ട കാട്ടുമൃഗങ്ങളും ഇതെല്ലാം കൂടി ഒരുമിച്ച്, നമുക്കറിയാം കാട്ടുമൃഗങ്ങൾ ഇറങ്ങിയ നേരെ കൊന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ പാമ്പിന്റെ ശല്യം. ഇതെല്ലാം ഒരുമിച്ച് വന്നിരിക്കുന്നതാകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടമാണ്. അതിന്റെ തന്നെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. പിന്നെ എങ്ങനെ ചൂട് വർദ്ധിക്കാതിരിക്കും? അപ്പോൾ മഹോപദ്രവത്തിന്റെ അതിന് മുൻപ് തന്നെ ചില ഈറ്റുനോവിന്റെ അനുഭവങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഭീഭത്സമായ യുദ്ധം. ട്രംപിന് ഇപ്പോൾ തന്റെ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്, ലോകരാഷ്ട്രങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നതല്ല രാത്രിയിൽ പറയുന്നത്. അതും പോരാഞ്ഞിട്ട് തനിക്ക് സ്വയം അങ്ങ് തോന്നുകയാണ് താൻ പോപ്പാണ്, താന് യേശുക്രിസ്തുവാണ് എന്ന് പറഞ്ഞൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇതുമൊക്കെ അന്ത്യകാല ലക്ഷണങ്ങളാണ്. ഞാൻ ക്രിസ്തു എന്ന് പേരെടുത്ത അനേകർ അന്ത്യനാളുകളിൽ കടന്നു വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇങ്ങനെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വരവിന്റെ ഓരോരോ സംഭവങ്ങൾ ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ പ്രിയമുള്ളവരെ, ഇതൊക്കെ കാണുമ്പോൾ കർത്താവിന്റെ വരവ് അടുക്കൽ വാതുക്കൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മുടെ തലകളെ ഉയർത്തി പ്രാണപ്രിയന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാനുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് വിസ്മരിച്ചു പോകാതെ വണ്ണം. അതെ, ഒരു ഉത്പ്രാപണത്തിനായി നമുക്ക് പ്രത്യാശയോടെ പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് തങ്കം തിരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും കർത്താവ് തങ്കം തിരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ മണ്ണീർ